വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിസിക്സ് സെർച്ചർ. ഫിംഗർ പ്രിൻറ്റ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഫിസിക്സിൻ്റെ ക്ലാസ്സസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ എന്താണ് മെക്കാനിക്സ് എന്നും അതിനകത്തുള്ള കുറച്ച് കൺസെപ്റ്റ്സുമാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം മെക്കാനിക്സ് എന്താണെന്ന് നോക്കാം. സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഈ ബ്രാഞ്ചിനകത്ത് നമ്മൾ ഫിസിക്കൽ ഒബ്ജക്ട്സിൻ്റെ മോഷനെയും റെസ്റ്റിനെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയോ ഇൻറ്റേർണൽ ഫോഴ്സിൻ്റെയോ ഇൻട്രാക്ഷൻ കാരണമുണ്ടാകുന്ന ഫിസിക്കൽ ഒബ്ജക്ട്സിൻ്റെ മോഷനും റെസ്റ്റും ഒക്കെയാണ് മെക്കാനിക്സ് എന്ന് പറയുന്ന കണ്ടൻറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മോഷൻ, എന്താണ് റെസ്റ്റ് എന്ന് ആദ്യം നോക്കാം. ഒരു ബോഡി സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയെ മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ബോഡിയാണെന്നോ പറയാം. ഒരു ബോഡി മോഷനിലാണെങ്കിൽ അത് സമയത്തിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഇൻ കേസ് ആ ബോഡി റെസ്റ്റിലാണെങ്കിലോ സമയത്തിനനുസരിച്ച് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല. ഇതാണ് മോഷനും റെസ്റ്റും എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനി പഴയ കണ്ടൻറ്റിലേക്ക് തന്നെ പോകാം. മെക്കാനിക്സിൽ നമ്മൾ പറഞ്ഞു ഫിസിക്കൽ ഒബ്ജക്ട്സിൻ്റെ മോഷനും റെസ്റ്റും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, മെക്കാനിക്സിനകത്ത് മറ്റ് കുറച്ച് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതായത് മൊമെൻറ്റം അഥവാ ആക്കം, ഫോഴ്സ് ബലം, ഊർജം എനർജി എന്നിവയെക്കുറിച്ചൊക്കെയുള്ള കൺസെപ്റ്റ്സും നമ്മൾ മെക്കാനിക്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് നോക്കാം. ഒരു കോർഡിനേറ്റ് സിസ്റ്റം, ഇപ്പോൾ ഇവിടെ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, അതായത് എക്സ് വൈ ഇസഡ് ഉള്ള ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തെ ഒരു ഒബ്ജക്റ്റുമായി അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ സ്പേസിലുള്ള എല്ലാ കോർഡിനേറ്റ്സും നമുക്ക്, അതായത് അത് എക്സിൽ എവിടെയാണ്, വൈയിൽ എവിടെയാണ്, ഇസഡിൽ എവിടെയാണ് എന്ന് മെൻഷൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്നത് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ്. മെക്കാനിക്സിൻ്റെ ബേസിക് ലോയാണ് അടുത്തത്, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഗലീലിയോ ഡിഫൈൻ ചെയ്ത ഇനേർഷ്യ എന്ന കൺസെപ്റ്റിൽ നിന്നാണ് ഐസക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്തത്. ന്യൂട്ടൺ 3 ലോ ആയിട്ടാണ് ഈ ലോസ് ഓഫ് മോഷനെ ഡിഫൈൻ ചെയ്തത്. ആദ്യത്തെ ലോ ഓഫ് ഇനേർഷ്യ, അതായത് ഇനേർഷ്യ എന്ന വാക്കിനർത്ഥം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നാണ്. അതായത് ഒരു എക്സ്റ്റേണലായി എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് കിട്ടുന്നത് വരെയും ആ ബോഡിക്ക് റെസ്റ്റിൽ തന്നെ തുടരാനും അതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യാനും ഉള്ള ഒരു ബോഡിയുടെ കഴിവിനെയാണ് നമ്മൾ ലോ ഓഫ് ഇനേർഷ്യയിൽ ഡിഫൈൻ ചെയ്യുന്നത്. അത് മാത്രമല്ല, അതായത് നമ്മളൊരു ബോഡി കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫ്രിക്ഷൻ കൊണ്ട് ഈ ബോഡി സ്റ്റോപ്പ് ആകുകയാണെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ടല്ലേ അതിനെ പിന്നെയും മൂവ് ചെയ്യിപ്പിക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സും അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും കൂടെ ഒരു സമ്മപ്പാണ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആവുകയാണെങ്കിൽ അവിടെ ആക്സിലറേഷനും 0 ആവും. ഇനി നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 അല്ലെങ്കിൽ സ്വാഭാവികമായും ആക്സിലറേഷൻ 0 ആവില്ല. ഇതാണ് ലോ ഓഫ് ഇനേർഷ്യക്കകത്ത് വരുന്ന കൺസെപ്റ്റ്സ്. ഇനി രണ്ടാമത്തത് ലോ ഓഫ് ഫോഴ്സ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു ദ ഫോഴ്സ്. മൊമെൻറ്റത്തിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ്. അതിൽ എന്താണ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ മാസിൻ്റെയും ആ ബോഡിയുടെ വെലോസിറ്റിയുടെയും പ്രോഡക്റ്റാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, അതായത് ടൈമിനനുസരിച്ചുള്ള മൊമെൻറ്റത്തിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ലാസ്റ്റ് ലോ ഓഫ് ആക്ഷൻ ഓർ റിയാക്ഷൻ, അതായത് ടു എവറി ആക്ഷൻ ദർ ഈസ് ഓൾവേസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ഫോഴ്സ്, ഇവിടെ 2 ബോഡിയിലാണ് നമ്മൾ ഈ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒന്നാമത്തെ ബോഡി
രണ്ടാമത്തെ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് രണ്ടാമത്തെ ബോഡി ഒന്നാമത്തെ ബോഡിക്ക് കൊടുക്കുക. അതാണ് ടു എവറി ആക്ഷൻ ദർ ഈസ് ഓൾവേസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത്രയാണ് ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് മെക്കാനിക്സിനെ കുറിച്ചുള്ള. സോ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.